ഇവിടെ നിന്ന് കാണുമ്പോൾ ആ രണ്ട് വലിയ പങ്കകൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ മെല്ലനെ ഇവിടെ നിന്ന് മെല്ലനെ കറങ്ങുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ കാറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ? ആ ഒരു ഹെലികോപ്റ്ററിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പങ്കകൾ. കാണുമ്പോൾ ചെറുങ്ങനെ കറങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സുഖശീതളമായ കാറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഫാന് നമ്മളറിയാതെ ഒരു പാഠം എനിക്കിവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത് നമ്മോട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. എണ്ണത്ത് കുറഞ്ഞാലും ചെറിയ രീതിയിലാണെങ്കിലും വിശാലമായ മനസ്സോടുകൂടി വിശാലമായ ഹൃദയത്തോടു കൂടി നല്ല കാര്യത്തിന് വേണ്ടി ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയ റിസൾട്ട് ഉണ്ടാവും, വലിയ കാറ്റായിട്ട് മാറാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സാൻഡോസ്. ഈ ഫാന് പോലെ എന്തുകൊണ്ടെന്നറിയാവോ എന്നോട് സുഹൃത്ത് പറഞ്ഞത്? സാൻഡോസ് ഒരു ഫുട്ബോളിൻ്റെ ഹൃദയതാളം ഉൾക്കൊള്ളുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഉരുളുന്ന പന്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും സ്നേഹവുമാണ്. പക്ഷെ അതിൻ്റെ അംഗങ്ങളൊക്കെ വിദേശത്തുള്ളത്. പക്ഷെ ഏറ്റവും സജീവമായി നിൽക്കുന്ന ആളുകളൊക്കെ കുറവാണ്, എണ്ണത്തിൽ കുറവാണ്. പക്ഷെ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഈ കാറ്റുപോലെ അതിന് റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് സാൻഡോസിൻ്റെ ക്ലബിൻ്റെ അംഗങ്ങളോട് പറയാനുള്ളത്. അതുമാത്രമല്ല, ഈ ഫാന് കാണുമ്പോൾ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് വലിയ എഴുത്തുകാരനും IAS കലക്ടറുമായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മലയാറ്റൂർ രാമകൃഷ്ണൻ. മക്കൾ കേൾക്കണം കേട്ടോ. മലയാറ്റൂർ രാമകൃഷ്ണൻ IAS. യന്ത്രം, യക്ഷി ഇതൊക്കെ എഴുതിയ വലിയ നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ IASൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയാമോ? ഫാൻ്റെ ചോദ്യമല്ല കേട്ടോ. ഭയങ്കര ബ്രില്യൻ്റായി ചെറുപ്പക്കാരനാ, നന്നായിട്ട് കഥ എഴുതും, IASും കിട്ടി. അങ്ങനെ ഡൽഹിയിൽ വെച്ച് ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എന്താ ചോദ്യം എന്നറിയാവോ? IASൻ്റെ ഇൻ്റർവ്യൂ ആണേ. ചോദ്യം എന്താണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ഫോം നോക്കിയിട്ട് ചോദിച്ചു, മലയാറ്റൂർ രാമകൃഷ്ണൻ, യുവർ നെയിം ഈസ് രാമകൃഷ്ണൻ, ഓക്കെ, യു ആർ കമ്മിങ് ഫ്രം കേരള? യെസ് സർ. യു ആർ കമ്മിങ് ഫ്രം മലയാറ്റൂർ? മലയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാ. പുത്തൂപ്പാട് എന്ന് പറയുന്ന പോലെ സ്ഥലത്തിൻ്റെ പേരാ. രാമനാട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാ. യു ആർ കമ്മിങ് ഫ്രം മലയാറ്റൂർ, ഓക്കെ, ഇറ്റ്സ് എ നെയിം ഓഫ് എ ഹിൽ. അതൊരു കുന്നിൻ്റെ പേരാ, മലയാറ്റൂർ കുന്ന്. അതിൻ്റെ താഴ്വാരത്തിലുള്ള സ്ഥലത്തിൻ്റെ പേരാ മലയാറ്റൂർ. എന്നാൽ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളോട്, പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഹലോ രാമകൃഷ്ണൻ, മനസ്സിൽ സങ്കല്പിക്കുക, ആ മലയാറ്റൂരിലെ കുന്ന് മുഴുവൻ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തുകയാണ്. ഇടിച്ച് നിരത്തി, 2 ആഴ്ചത്തെ പണിയുണ്ട്, അത്ര ഇടിച്ച് നിരത്തി. അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര കൊട്ട മണ്ണുണ്ടാവും? കണ്ടോ, ബുദ്ധിപരമായ ചോദ്യമല്ലത്. ഒരു കലക്ടറാകുന്ന ആൾ എന്ത് പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്ന ചോദ്യം ഇവർ വിചാരിക്കുന്നത്, നല്ല പോയിന്റ് കിട്ടുള്ളൂ. എത്ര കൊട്ട മണ്ണുണ്ടാവും ഏകദേശം പറയൂ? 1 ലക്ഷം, 10 ലക്ഷം, 5 കോടി, 10 കോടി? മലയാറ്റൂർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ, ആ കൊട്ടയ്ക്ക് ആ കുന്നിനോളം വലിപ്പമുണ്ടെങ്കിൽ ഒറ്റ കൊട്ട മതി. നോക്കണേ, ഉത്തരം നോക്കണേ. ഞാനാണേ പറയും ഏകദേശം 5000 കോടി കൊട്ട. കാരണം എണ്ണാൻ പോകുന്നില്ലല്ലോ, ആരും ഇടിക്കാൻ പോകുന്നു. നമ്മൾ പറയുന്ന ഉത്തരം ശരി. പക്ഷെ അവർ ഞെട്ടിപ്പോയത് ആ കൊട്ടയ്ക്ക് ആ കുന്നിനോളം വലിപ്പമുണ്ടെങ്കിൽ ഒറ്റ കൊട്ട മണ്ണ് മതി. മാർക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ അങ്ങ് പോന്നിക്ക് മലയാറ്റൂരിന്. ഞാൻ സൂചിപ്പിച്ചത് ഫാന് 2 ആണെങ്കിലും വലുതായത് കൊണ്ട് അല്ലേ, അത് മതി, ഈ 2 എണ്ണം മതി. എന്തായാലും മേടച്ചൂടിൻ്റെ ഉഷ്ണത്തിന് ശേഷം എത്ര ചൂടാ നമ്മൾ കൊണ്ടതില്ലേ 2 മാസം. അതിനുശേഷം പെയ്ത ഈ ഇടവ മാസത്തിലെ മഴ മണ്ണിനെയും മനസ്സിനെയും തണുപ്പിച്ചതിൻ്റെ ഒരു സുഖം നിങ്ങളുടെ എൻ്റെയൊക്കെ മുഖത്തുണ്ട്. ആ പുതുമഴ 2-3 ദിവസമായിട്ട് ഇങ്ങനെ നമ്മളെ തണുപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മുറിയുടെ അകം, മണ്ണിനെ, നമ്മുടെ ഉള്ളിനെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എത്ര പെട്ടെന്നാണ് നമ്മളോട് വെയിൽ മറന്നുപോയത്? 2 മഴ പെയ്യുമ്പോഴേക്ക് നമ്മളോട് വെയിൽ മറന്നുപോയി. കഴിഞ്ഞ മെയ് മാസം മറന്നുപോയി, എന്ത് ചൂട് മറന്നുപോയി. മനുഷ്യൻ്റെ സ്വഭാവട്ടോ, പാവങ്ങളാ നമ്മൾ. അതല്ല, ഇന്നത്തെ ഞങ്ങളുടെ ഹെഡിങ് എന്താ അറിയാവോ? പ്രഹരമഴ. 2 മഴ പെയ്തിട്ടേ ഉള്ളൂ, കുറേ വീടും തെങ്ങൊക്കെ വീണിട്ട് ഹെഡിങ് എന്താ? മഴ പെയ്തതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രശ്നം കേട്ടോ, പെട്ടെന്ന് നമുക്ക് മറവി ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും,
ഒരു പുതുമഴ കാണുക വേനൽ മറക്കും, വരൾച്ച മറക്കും. നമ്മൾ അങ്ങനെയാ, ഒരു മഴ കണ്ടാൽ വേനലൊക്കെ മറന്നു പോകും. പാവങ്ങളാണ് നമ്മൾ കേട്ടോ. എന്തായാലും ഒരു മാജിക്കുകാരനായതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാജിക്കുകാരൻ ആരാന്നറിയാമോ നിങ്ങൾക്ക്? ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആള് ഡേവിഡ് കോപ്പർഫീൽഡ് അല്ല അമേരിക്കയിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ മാന്ത്രികൻ. ഞങ്ങളുടെ ഏറ്റവും വലിയ മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് സാറല്ല ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികൻ. ഇംഗ്ലണ്ടിലെ ഡേവിഡ് ബ്ലെയിനുമല്ല. ഈ മാന്ത്രികനാണ് മഴയും മഞ്ഞും വെയിലും നീലാകാശവും ചിത്രശലഭങ്ങളും പൂക്കളും നിങ്ങളെയും എന്നെയും കടലും പുഴയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ മേജിക്കാരനുണ്ട്. അയാൾ നിങ്ങൾ കാണാതെ വടി വീശുമ്പോൾ പൂക്കൾ ഉണ്ടാവും, അതിന് സുഗന്ധം ഉണ്ടാവും. അത് ശ്രീജിത്ത് വിയ്യൂരിൻ്റെ വടി വീശിയിട്ടല്ല, മേജിക്കിൻ്റെ വാൻഡ് വീശിയിട്ടല്ല. ആ വലിയ മാന്ത്രികൻ എന്ന് പറയുന്നത് ദൈവമാണ്, അല്ലേ? മഴ ഉണ്ടാക്കാനാവൂ? അപ്പൊ ശ്രീജിത്ത് വിയ്യൂർ കഴിഞ്ഞ ദിവസത്തെ പരിപാടിക്ക് ഞാനിവിടെ കാറെടുത്ത് വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ മഴ കൊണ്ട് കൊളായി. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്താൽ പോരെ? ആകാശത്തുനിന്ന് പ്രാവിനെയും പൂക്കളെയും സ്റ്റേജിൽ സൃഷ്ടിക്കുന്ന ശ്രീജിത്ത് വടി വീശിയിട്ട് മഴ നിൽക്കട്ടെ. മഴ നിൽക്കുമോ? അതിനുള്ള മേജിക്ക് ഞങ്ങളുടെ കയ്യിലില്ല. കാരണം അത് വേറെ ആളെ മേജിക്കാ. അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളം പറ്റുമ്പോൾ കിണറ്റിലേക്ക് നോക്കിയിട്ട് വടി വീശിയിട്ട് വെള്ളം ഉണ്ടാവട്ടെ എന്ന് പറയാനും വെള്ളം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് പറ്റില്ല. വി ആർ ഹെൽപ്ലെസ്. ഭൂമിയിലെ മാന്ത്രികർക്ക് പറ്റില്ല. അതിന് വലിയ മാന്ത്രികൻ വേണം. അത് ദൈവമാണ്, പ്രപഞ്ചമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിനയത്തോടുകൂടി കൈകൂപ്പേണ്ടത് ആ വലിയ മാന്ത്രികന് മുൻപിലാണ്. നിങ്ങൾ വിചാരിക്കേണ്ട എപ്പോഴും നിങ്ങളെ സുഖിപ്പിക്കില്ല കേട്ടോ. ഏത് ആഹാ തണുത്ത മഴ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, ചൂട് ഒക്കെ ദൈവം തരികയാണല്ലോ, പ്രപഞ്ചം തരികയാണല്ലോ, പ്രകൃതി തരികയാണല്ലോ. പക്ഷെ നിങ്ങളുടെയും എൻ്റെയും സ്വഭാവം വല്ലാതെ മാറുമ്പോൾ, നിങ്ങൾക്കും എനിക്കും വല്ലാതെ അഹങ്കാരം തോന്നുമ്പോൾ സുനാമി ഉണ്ടാവും, പ്രളയം ഉണ്ടാവും. അതും മേജിക്കാണ് കേട്ടോ. നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്. പ്രളയം ഉണ്ടാവും, സുനാമി ഉണ്ടാവും, കോവിഡ് ഉണ്ടാവും. ദിസ് ആർ ഓൾസോ ദ ഗ്രേറ്റ് മാജിക് ഓഫ് നമ്മുടെ ഈ വലിയ മാന്ത്രികൻ. അതുകൊണ്ട് എപ്പോഴും കൈകൂപ്പണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ ഈ പുറത്ത് പെയ്യുന്ന മഴയേക്കാൾ ഉള്ളിലൊരു സുഖമുള്ള മഴയുണ്ട്. നിങ്ങൾ കാണാത്തൊരു മഴ എൻ്റെ ഉള്ളിൽ പെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? 60 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഞാൻ വരുന്നത് കേട്ടോ. കൊയിലാണ്ടിയിലെ കൊല്ലത്തുള്ള ഉൾഗ്രാമത്തിലൊരു വിയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനിവിടെ ഡ്രൈവ് ചെയ്തിട്ട് ഈ പുത്തൂപ്പാടത്തിലെ ഹാളിൽ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളോടൊപ്പം ചേരുമ്പോഴുള്ള ഒരു സുഖം, ഒരു സൗഖ്യം, നിങ്ങൾ കാണാത്തൊരു മഴ എൻ്റെ ഉള്ളിൽ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അത് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ തണുപ്പ് കാരണം ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച ഏതെങ്കിലും ഒരു സിനിമാ നടൻ്റെ, സിനിമാ നടിയുടെ മുന്നിൽ നിന്ന് കാണുന്ന കാഴ്ചയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ആൾക്കൂട്ടത്തെ കാണല. നിങ്ങൾക്ക് അതിൻ്റെ ശക്തി അറിയുമെന്ന് അറിയില്ല. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തിൻ്റെങ്കിലും നല്ലതിൻ്റെ പേരിൽ ഒത്തുചേരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ബ്യൂട്ടി, ഇറ്റ് ഹാസ് ഇറ്റ്സ് പൊളിറ്റിക്സ്. കണ്ടോ? അതെൻ്റെ ഭാഷയല്ല കേട്ടോ. എഡ്വേർഡ് സെയ്ദ് എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ പറഞ്ഞത്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ, ഈ പുത്തൂർ പാടത്തിൽ, ഈ ഹാളിനകത്ത് ഏതിൻ്റെങ്കിലും നല്ലതിൻ്റെ പേരിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ബ്യൂട്ടി, ഇറ്റ് ഹാസ് ഇറ്റ്സ് പൊളിറ്റിക്സ് എന്നാണ്. ആ രാഷ്ട്രീയം CPM, കോൺഗ്രസ്, ലീഗ് പൊളിറ്റിക്സ് അല്ല കേട്ടോ, രാഷ്ട്രീയ ബോധമാണ്. അതുകൊണ്ടാണ് സാന്റോസിനെ കൊണ്ട് ഇവിടെ നിങ്ങൾ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ള ദൗത്യം അവർ ഏറ്റെടുത്തത്. എന്തായാലും എന്നെ വിളിച്ചപ്പോൾ അക്ബർ സാറ് പറഞ്ഞത്, ഞാൻ ആദ്യം ഒന്നും മടിച്ചിരുന്നു, മഴയാണ് സർ. പക്ഷെ എന്നോട് പറഞ്ഞെന്തെന്നറിയാമോ? മൈക്കിനോടൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാ പറയാൻ. ഈ പുതിയ കാലത്തെ ഏറ്റവും വലിയ വില്ലൻ മൈക്കാ, അറിയാലോ നിങ്ങൾക്ക്. അതുകൊണ്ട് മൈക്കിനോട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ഇടപെട്ടുകൂടൂ, അല്ലേ? അപ്പം എന്തായാലും എന്നോട് അക്ബറും പ്രിയപ്പെട്ട മെമ്പേഴ്സും പറഞ്ഞത്, മാഷ് വരാതിരിക്കരുത്, മഴയൊക്കെ പെയ്തോട്ടെ, പക്ഷെ ഇവിടെ മിടുക്കന്മാർ, LSS കിട്ടിയവർ, USS കിട്ടിയവർ, നമ്മുടെ A+ കിട്ടിയവർ, അങ്ങനെ മിടുക്കരായ മക്കളുണ്ടാവും, അവരെ നിങ്ങൾ മാഷ് കാണാതിരിക്കരുത്. അത് കേട്ടപ്പോൾ ആവേശമായി കേട്ടോ. ഞാൻ അധ്യാപകൻ കൂടിയാണല്ലോ, +2 മാഷാണ്, മേപ്പയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷിൻ്റെ അധ്യാപകനാണ്. അപ്പം മിടുക്കരുണ്ടാവും എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കുമ്പോൾ സംഘാടകർ. പക്ഷേ മിടുക്കർ എന്ന് പറയുമ്പോൾ A+ കിട്ടുന്ന കുട്ടികൾ മാത്രമാണോ? ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഹാളിൽ ഒരുപക്ഷെ ഇരിക്കുന്ന A+കാരുണ്ട്, USS കിട്ടിയവരുണ്ട്, LSS കിട്ടിയവരുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, അവരെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുന്നു.
ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാത്ത മക്കളുണ്ട്. ഒരുപക്ഷെ വീടിൻ്റെ അകത്ത് ഒരു A+ പോയവർ, ഒരു മാർക്കിന് LSS പോയവർ, അവരും നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരത്തുള്ളവരാകട്ടോ. ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ജയിച്ചവർക്ക് മാത്രമുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ എന്താ സ്ഥിതി? ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടിയുള്ളതാണ്. അത് ജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാതെ കാണുന്നൊരു കാഴ്ച, ഇവിടെ ഇരിക്കാത്ത മറ്റു പലതിലും കഴിവുള്ള, ഒരുപക്ഷെ നന്നായി പെരുമാറാൻ അറിയുന്ന, നന്നായി പാട്ടുപാടുന്ന, നന്നായി സംസാരിക്കുന്ന ഒരു മക്കളുണ്ടാവും. പക്ഷെ A+ ഉണ്ടാവൂല, SSLCക്ക് A+ ഉണ്ടാവൂല. പക്ഷെ ആ മക്കൾ കൂടി നമ്മുടെ മക്കളാണ് എന്നുള്ളത് കൂടി സെന്റ് ജോസിന്റെ അംഗങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെ കൂടി ഞാൻ എന്നെ നിങ്ങളിലൂടെ കാണുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. എന്നാൽ ഒരു കാര്യം പറയാനുള്ളത്, മിടുക്കർ എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? SSLCക്ക് കണക്കിന് A+ വാങ്ങണം, മിടുക്കിയാണ്. എൻ്റെ വിഷയമായ ഇംഗ്ലീഷിൽ A+ വാങ്ങണം, ഫുൾ സ്കോർ വാങ്ങണം, 100-ൽ 100. മിടുക്കിയാണ്. പക്ഷെ അതേ സമയം നമുക്കുണ്ടാവേണ്ട മറ്റു ചില ക്വാളിറ്റികൾ കൂടിയുണ്ട്. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. രക്ഷിതാക്കൾ കേൾക്കേണ്ട വിഷയമാണ്. നമുക്കുണ്ടാവേണ്ട മറ്റു പല ക്വാളിറ്റി കൂടിയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ മിടുക്കരാവൂല. നിങ്ങൾക്ക് ഡോക്ടറാവാം, പക്ഷെ നിങ്ങൾക്ക് നല്ല ഡോക്ടർ ആവാനാവൂല. നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാം, നിങ്ങൾക്ക് നല്ല എഞ്ചിനീയർ ആവണമെങ്കിൽ A+ മാത്രം പോരാ, മാർക്ക് മാത്രം പോരാ, നല്ല പെരുമാറ്റം വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ, കേൾക്കണേ, കൃത്യമായി കേൾക്കണം, നിങ്ങളുടെ വീട്ടിൽ ഒരു 10ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 6ാം ക്ലാസ്സുകാരൻ LSS കിട്ടിയ കുട്ടി കാലുമിൽ കാല് വെച്ചിട്ട് കോലായിൽ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു 4 അപരിചിതർ വന്നിട്ടുണ്ട്. അച്ഛനെ കാണാനാണ്, ഉപ്പാനെ കാണാനാണ്. നിങ്ങൾ മാത്രമേ കോലായിലുള്ളൂ. ഞാനൊരു ചിത്രം തരികയാണ് കേട്ടോ. ഉടനടി ചെയ്യേണ്ടതാ, ആ കാലൊന്ന് മാറ്റിവെച്ച് എഴുന്നേറ്റ് നിന്ന് ആ മൊബൈൽ ഫോൺ അങ്ങോട്ട് മാറ്റിവെച്ച് ആരെ കാണാനാ വന്നത്? ഉപ്പാനെയാണോ? ഒരു കയറി ഇരിക്കുക കേട്ടോ, ഞാൻ എപ്പം വിളിക്കാം. ആരാ പറയുന്നത്? 6ാം ക്ലാസ്സുകാരൻ, 10ാം ക്ലാസ്സുകാരി ഇരിക്കുക കേട്ടോ, ഞാൻ അച്ഛൻ ഇപ്പം വിളിക്കാം. അച്ഛാ, ബാപ്പ, ആരോ വന്നിട്ടുണ്ട് കോലായിൽ. ബാപ്പ വിളി കേട്ടു. ബാപ്പ കോലായ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു. ഈ കുട്ടി അകത്തേക്ക് പോയി. നോക്കൂ, നേരെ ഓപ്പോസിറ്റ് ഞാനൊരു ചിത്രം പറയാം. നിങ്ങൾ അതേ കാലുകെട്ടിരിക്കുന്നു കസേരമിൽ, കോലായിൽ ആൾ വന്നു. നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല, മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണു മാറ്റുന്നില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ വീട്ടിൽ വന്ന ബാപ്പാനെ കാണാൻ വന്ന ആളോട് നിങ്ങൾ ചിരിക്കുന്നില്ല. നിങ്ങൾ എഴുന്നേറ്റൊരു ദേഷ്യത്തോടു കൂടി ബാപ്പ ഒരൊറ്റ വിളി, അകത്തേക്ക് പോയി. നോക്കൂ, ആ കുട്ടിക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല, ആ കുട്ടി തോറ്റുപോയ കുട്ടിയാ ഞാൻ പറയും. കാരണം അവിടെ വന്ന 4 പേർക്കും തോന്നും, കണ്ടോ, ആ കുട്ടിക്കൊരു മര്യാദയല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നിട്ട് ആ കുട്ടി ഒന്ന് എഴുന്നേറ്റോ, മൊബൈൽ ഫോണിനൊന്ന് കണ്ണെടുത്തോ, നോക്കിക്കോ. A+ മാത്രമല്ല വിഷയം, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, അപരനോട് ചിരിക്കാൻ കഴിയണം. ചില കുട്ടികളൊക്കെ ഉണ്ട്, ഞാൻ +2 കുട്ടികളോട് പറഞ്ഞവർക്കാണ്, ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇടനാഴി കൂടെ പോകുമ്പോൾ ഒന്ന് ചിരിക്കും നിങ്ങൾ. എന്തിനാ നിങ്ങളെ മുഖത്ത് കവിളിൻ്റെ മോള്, സുന്ദരമായ കവിളിൽ ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ സിമെന്റ് ഇട്ട് നിറച്ചിട്ട് ശവക്കല്ലറ പോലെ ആക്കി വെച്ചതെന്ന് തമാശ രൂപമാണ് ഞാൻ ചോദിക്കും. ചിരിക്കി. വേറൊരാളെ കാണുമ്പോൾ അഹങ്കാരം വേണ്ട. അഹങ്കാരമുള്ള കുട്ടി, ഞാൻ വലിയ ആളാ, എൻ്റെ ബാപ്പ ഗൾഫിൽ നിന്ന് ഇത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ വീട് വലിയ വീടാ, എനിക്കെല്ലാ വിഷയത്തിനും ഫുൾ സ്കോർ, എന്നിട്ട് കഴുത്തിങ്ങനെ വെച്ചിട്ട് അഹങ്കാരത്തോടു കൂടി നടക്കുന്ന കുട്ടി തോറ്റുപോയ കുട്ടിയാ. ഞാൻ പറഞ്ഞത് പെരുമാറ്റവും ഇടപെടലും, മുതിർന്നവരെ ബഹുമാനിക്കാൻ, അല്ലേ? വീട്ടിലെ ഉപ്പാപ്പ അല്ലെങ്കിൽ അയൽപക്കത്തെ മുതിർന്ന ആള്, നിങ്ങളുടെ അധ്യാപകൻ, നിങ്ങൾക്കൊരു മര്യാദയില്ല, ഒരു ബഹുമാനമില്ല, റെസ്പെക്റ്റും ഇല്ല. ആ കുട്ടി തോറ്റുപോയ കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മാർക്കിനോടൊപ്പം വേണ്ട ചില സോഫ്റ്റ് സ്കില്ലുണ്ട്. എന്താ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും? ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അത് ഹാർഡ് സ്കില്ല. പക്ഷെ സോഫ്റ്റ് സ്കില്ല് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മറ്റു ക്വാളിറ്റിയാണ്. നിങ്ങൾ വിചാരിക്കും, ഈ മാഷ് വന്നിട്ട് ഞങ്ങൾക്ക് A+ കിട്ടിയിട്ട് എങ്ങനെയാണ് തോറ്റുപോവുക? എന്നാൽ തോറ്റുപോകുന്ന ഒരുപാട് പേര്, ഞാൻ 1-2 എക്സാമ്പിൾ പറയാം, എന്നിട്ട് ഞാനൊരു മാജിക് ചെയ്യും കേട്ടോ. നിങ്ങൾ അറിയാവോ, ഒരു ചെറുപ്പക്കാരൻ SSLCക്ക് ഫുൾ സ്കോർ,
ഒരു മാർക്ക് പോലും കുറവില്ല, ഫുൾ സ്കോർ. +2 1200-ൽ 1200 മാർക്ക്. എത്ര മെമൻറ്റോസാ വീട്ടിൽ, എത്ര ഫ്ലെക്സാ നാടെമ്പാടും. കേട്ടോ, ഇത് സിനിമാ കഥയല്ല പറയുന്നത് കേട്ടോ, ജീവിതത്തിൽ തോറ്റുപോയവൻ്റെ കഥയാ, മാർക്ക് കിട്ടിയിട്ടും. ഇപ്പം നിങ്ങൾക്കൊരു സംശയമുണ്ടോ എങ്ങനെ ജീവിതത്തിൽ തോറ്റുപോവുക? SSLCക്ക് ഫുൾ സ്കോർ, +2 ഫുൾ സ്കോർ. അങ്ങനെ ഡോക്ടറാവാൻ ആഗ്രഹം, എൻട്രൻസ് കോച്ചിങ്ങിന് പോവാതെ MBBS കിട്ടി. MBBSന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചു. 5 കൊല്ലം പഠിച്ചു വന്നപ്പോൾ മൂപ്പര് ആഗ്രഹം മാറി. MBBSൽ റാങ്ക്, ബ്രില്യൻ്റായ പയ്യനാണ്. പഠിച്ചു വന്നപ്പോൾ ഇവൻ്റെ ആഗ്രഹം എന്താ പറയുക, ഡോക്ടറായ പോരാ, കളക്ടറാവണം. കോച്ചിങ്ങിന് പോയി, IAS കോച്ചിങ്ങിന് പോയി. ഞാനൊരു മിടുക്കനെ കുറിച്ചാണ് പറയുന്നത്. കോച്ചിങ്ങിന് പോയി പഠിച്ചു, 50ാമത്തെ റാങ്ക് കിട്ടി കേരളത്തിൽ. 50ാമത്തെ റാങ്ക്. IPS അല്ല, IAS. കേൾക്കണേ, സിനിമാ കഥയല്ല. എന്നിട്ട് IAS കിട്ടിയപ്പോൾ മൂപ്പർ ആഗ്രഹം വീണ്ടും മാറി, MD എടുക്കണം. IAS കാരനാവണം, ഡോക്ടർ മാത്രം പോരാ, MDയും കൂടി വേണം. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് MDയും കഴിഞ്ഞു. നോക്കണേ, കേരളത്തിൽ അസിസ്റ്റന്റ് കളക്ടറായി മൂന്നാറിൽ. എത്ര പേര് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ നാട്ടുകാരനാ, അഭിമാനത്തോടെ. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോനാ. വീട് നിറയെ മെമൻറ്റോസ്, സർട്ടിഫിക്കറ്റ്സ്. കസിൻസ് പറയും, അമ്മാവൻ്റെ മക്കൾ പറയും, എളാപ്പൻ്റെ മോൻ പറയും, എൻ്റെ മരുവനാട്ടോ, എൻ്റെ മച്ചൂനനാണ് കേട്ടോ, എൻ്റെ കസിനാണ് കേട്ടോ. അഭിമാനത്തോടു കൂടി പറഞ്ഞു ഈ ചെറുപ്പക്കാരനെ കുറിച്ച്. അത്രയും കഴിവുള്ള പയ്യൻ. പക്ഷെ ചെയ്തെന്താണെന്നറിയാവോ? എങ്ങനെ തോറ്റുപോയതെന്നറിയാവോ? IAS കാരനായിട്ടും ഡോക്ടറായിട്ടും. കേട്ടോളി. മൂന്നാറിലെ അസിസ്റ്റന്റ് കളക്ടറായി, നല്ല താടി നീട്ടി സുമുഖനായ ചെറുപ്പക്കാരൻ. ബുള്ളറ്റിൽ ഇങ്ങനെ പറന്നു പോയിട്ട് ഇടിച്ചു നിരത്തും, പേപ്പറിലൊക്കെ ഫോട്ടോസ്. കേട്ടോ, കുറച്ചുകൂടി കഴിഞ്ഞു. ഒരു രാത്രി 12:30-1 മണിക്ക് മദ്യം കഴിച്ചിട്ട്, കേൾക്കണേ, അതും 2 പെഗല്ല, 3 പെഗല്ല, ഒരു കുപ്പിയുടെ പകുതിയോളം അകത്താക്കി. മദ്യം കഴിക്കൽ അയാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എന്താ ചെയ്തെന്നറിയാവോ? തൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ വേറൊരാളുടെ ഭാര്യ, അതും അയാളുടെ സ്വാതന്ത്ര്യമാണ്. അവൾ വണ്ടി എടുത്ത് വന്നു ഇയാളുടെ ക്വാർട്ടേഴ്സിൽ. കളക്ടറാ, കേരളത്തിലാണ്, സിനിമ കഥയല്ല. എന്നിട്ട് 2 പേരും കൂടി കാർ ഓടിച്ചു പോയി രാത്രി 1 മണിക്ക്, പുലർച്ചെ 1 മണിക്ക്. പക്ഷേ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ ഓടിക്കാം വണ്ടി. അവൾ പറഞ്ഞു, സാർ ഓടിക്കരുത്. പക്ഷെ ഇദ്ദേഹത്തിന് നിൽക്കാൻ വയ്യ, ഡ്രൈവർ സീറ്റിൽ പോയി. എന്നിട്ട് കാർ ഓടിച്ചു. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ, കാറ് പൊളഞ്ഞ് അതിവേഗതയിൽ പോയി. ഒരു ചെറുപ്പക്കാരൻ, 3 മക്കളുടെ അച്ഛൻ, ബാപ്പ, പുലർച്ചെ 2 മണിക്ക് പത്രത്തിൻ്റെ ഓഫീസിൽ നിന്ന് വരിക 2 വീലറിന്, പഴയൊരു ഹോണ്ട വണ്ടിക്ക്. ഇയാൾ ചെയ്തെന്താണെന്നറിയാവോ? ലക്കും ലഗാനുമില്ലാതെ ഈ കളക്ടർ, IAS ഓഫീസർ, ആ കാറ് കൊണ്ടച്ചിട്ട് അതിവേഗതയിൽ ഇടിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ വണ്ടിയിൽ ഇടിച്ചു, മതില് പൊളിഞ്ഞു. ഇയാൾ 2 പേരും പുറത്തിറങ്ങി. ഞാൻ പിന്നെ കാണുന്ന ഒരു കാഴ്ചയിലാണ് ഈ മനുഷ്യൻ ഏറ്റവും നികൃഷ്ടനായൊരു മനുഷ്യനാണ് എനിക്ക് തോന്നിയത്. മദ്യം കഴിച്ചു, വേറെ ആളുടെ ഭാര്യയോട് കൂടി രാത്രി സഞ്ചരിച്ചു, പോട്ടെ, ഇടിച്ചു നിരത്തി, ഓക്കെ. പക്ഷെ ഈ ഡോക്ടർ ചെയ്തെന്താണെന്നറിയാമോ? ഈ ഡോക്ടറായ കളക്ടർ ചെയ്യേണ്ടിയിരുന്നത് പിടച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കോരിയെടുത്തിട്ട് ശ്വാസമുണ്ടോ നോക്കിയിട്ട് ഡോക്ടറായ ഈ കളക്ടർ ചെയ്യേണ്ടിയിരുന്നത് അടുത്ത വണ്ടിക്കൊരു ഹോസ്പിറ്റലിലേക്ക് പറന്നു പോകണമായിരുന്നു. പക്ഷെ ഇയാൾ ചെയ്തെന്താണെന്നറിയാമോ? ക്രൂരനായ മനുഷ്യൻ, ജീവിതത്തിൽ തോറ്റുപോയ മനുഷ്യൻ, ബോധപൂർവം ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്. ബോധപൂർവം സമയം വൈകിപ്പിച്ചു. കാരണം ഇദ്ദേഹം മദ്യം കഴിച്ചത് പിടിച്ചു പോകും. ഹോസ്പിറ്റലിലെത്തിയാൽ ഈ മനുഷ്യൻ മരിച്ചാലും കുഴപ്പമില്ല. ഇതാരാന്നറിയോ നിങ്ങൾക്ക്? ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ നാട്ടുകാർ ഒരാളും പറയില്ല ഞങ്ങളുടെ നാട്ടുകാരനാണ്. കാരണം തോറ്റുപോയവനാ. സ്വഭാവ മഹിമ വേണം. മാർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. ആ സ്വഭാവ മഹിമയില്ലെങ്കിൽ തോറ്റുപോയവരാ നിങ്ങൾ. വേണ്ട. ഓർമ്മയില്ലേ, പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നത് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, മാർക്കില്ലാഞ്ഞിട്ടല്ല. എഞ്ചിനീയറും IASും കിട്ടിയ മനുഷ്യൻ 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം ജയിലിൽ കിടന്നത് മാർക്കില്ലാഞ്ഞിട്ടല്ല, സ്വഭാവം നന്നില്ലാഞ്ഞിട്ടാ. മക്കൾ കേൾക്കേണ്ടത്, ഇവിടെ മാർക്കുള്ള കുട്ടികൾ കേൾക്കേണ്ടത്, പാലാരിവട്ടം പാലം നിങ്ങളുടെയും എൻ്റെയും നികുതി കൊണ്ടുണ്ടാക്കിയൊരു പാലം
ഒരു സ്കൂട്ടർ പോകുന്നതിന് മുൻപ് പൊളിക്കേണ്ടി വന്നു. കേരളത്തിൻ്റെ ദയനീയമായ അവസ്ഥ. എന്തിനാ പൊളിച്ചെന്നറിയാമോ? അതിൻ്റെ സിമെന്റും കമ്പിയിലും മായ ഉണ്ടാക്കി നമ്മുടെ എൻ്റെയും പൈസ, നിങ്ങളുടെ എൻ്റെയും പൈസ, നികുതി പൈസ, അതിന് നേതൃത്വം കൊടുത്ത ആരാന്നറിയാമോ? കോഴിക്കോട് കലക്ടറായി ഉന്നത പദവിയിലായിരുന്ന അതിൻ്റെ ചെയർമാനായി മാറിയ IAS-കാരൻ. മാർക്കില്ലാഞ്ഞിട്ടല്ല, ജയിലിൽ കിടന്നത് 3 കൊല്ലം. IAS കിട്ടിയിട്ടും കാര്യമില്ല മക്കളെ, സ്വഭാവം നന്നാവണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ജീവിതത്തിൽ തോറ്റുപോയി വേണ്ട. ജീവിതത്തിൽ തോറ്റുപോയി വേറെ ആളെ കാണിച്ചാൽ. എൻ്റെ സ്കൂളിൽ +2 കൊമേഴ്സ് പഠിക്കുന്ന പെൺകുട്ടി SSLC-ക്ക് ഫുൾ A+. സയൻസ് വേണ്ട, എനിക്ക് കൊമേഴ്സ് എടുത്ത് പഠിക്കണം. അങ്ങനെ കൊമേഴ്സ് എടുത്തുകൊണ്ട് ഇവൾ വന്നു. പക്ഷേ ഈ കുട്ടി ജീവിതത്തിൽ തോറ്റുപോയത് എങ്ങനെയാണെന്നറിയാം? ഞാനിത് പറയുമ്പോൾ അവളിവിടെ ഇല്ല, ഈ ഭൂമിയിലില്ല. ആകാശത്ത് നക്ഷത്രങ്ങൾക്കിടയിൽ എവിടെയോ നിന്ന് എന്നെ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്താ ചെയ്തെന്നറിയാം? മിടുക്കിയായ മോള്. ഞാൻ ക്ലാസ് ടീച്ചറായിരുന്നു, അവിടെ ഞാൻ ഈ പറയുന്നത്. നന്നായി പാട്ട് പാടുന്ന കുട്ടി, ഇഷ്ടപ്പെട്ട് കൊമേഴ്സ് എടുത്ത കുട്ടി. പക്ഷേ ഈ കുട്ടി തോറ്റുപോയത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ ടൂറിന് പോവുക കേട്ടോ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. ഊട്ടി, കൊടൈക്കനാൽ, കുറച്ച് വർഷം മുമ്പാണ്, 4-5 വർഷം മുമ്പാണ്. ഇവളുടെ അച്ഛൻ വാട്ടർ അതോറിറ്റിയിലെ ക്ലർക്കാ, ഈ മോളുടെ അച്ഛൻ. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു ഇവക്ക് നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ് കുടിക്കുക. അതിൻ്റെ ഒരാഴ്ച മുൻപ് ഇവർ ടൂറ് പോയി വന്നതാ, കുടുംബം, ഓഫീസിലെ കുടുംബം. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു സുഖമില്ലല്ലോ, മോള് പോകണ്ട ഇപ്രാവശ്യം ടൂറിന്. ഇപ്രാവശ്യം ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറായിട്ട് പോകാം, മോള് പോയാൽ സ്വീപ്പാവും, പനിയുണ്ട്, നീ ഒരു ടൂറ് പോയി വന്നതല്ലേ ഉള്ളൂ. അമ്പോ ഇവൾക്ക് വലിയ വിഷമായി. അച്ഛാ ഞാൻ പോവും, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്. പൈസ 1000 രൂപ അടച്ചു, അഡ്വാൻസ് തന്നു. പക്ഷെ അച്ഛൻ ഒറ്റ വാശി, പോകണ്ട, വേണേ നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ എവിടെ വേണേ മോളെ കൊണ്ടുപോകാം. 2 പെൺമക്കളാ. ഭയങ്കര കച്ചറ. ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, അച്ഛനെ വിളിച്ചു, അച്ഛൻ പറഞ്ഞു വരുന്നില്ല മാഷെ. ഇവൾ കരഞ്ഞു വിളിച്ചു, എന്നെ മെസ്സേജ് അയച്ചു എനിക്ക്. ഞങ്ങൾ പാതി വഴിക്ക് എത്തിയപ്പം കിടക്കുന്ന മെസ്സേജ് എന്താ അറിയാമോ? പ്രിൻസിപ്പൾ വിളിച്ചു പറയാ, ഞങ്ങൾ വയനാട് ചുരം കഴിഞ്ഞതേ ഉള്ളൂ. ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. ആത്മഹത്യ ചെയ്തു ആ പൊന്നു മോള്. എന്താ എഴുതി വെച്ചെന്നറിയാമോ ആ കത്തിന്? ഈ ലോകത്തെ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ എൻ്റെ അച്ഛനാ. നോക്കണേ, പൊന്നുപോലെ വളർത്തിയ അച്ഛനെ കുറിച്ച് എഴുതി വെച്ചത്, ടൂറിന് വിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അച്ഛനെ കുറിച്ച് എഴുതി വെച്ചത് ക്രൂരനായ മനുഷ്യൻ. എനിക്ക് ഇഷ്ടമല്ല ഈ മനുഷ്യനെ, എനിക്ക് ജീവിക്കണ്ട. കഴുത്തിൽ കയറ് കുടുക്കി കിടപ്പ് മുറിയിൽ ആത്മഹത്യ ചെയ്ത കുട്ടി ജീവിതത്തിൽ തോറ്റുപോയ കുട്ടിയാ. നിങ്ങൾ ആലോചിക്കേണ്ടത് അവൾ ചെയ്യേണ്ടതാ? വാശിയോടുകൂടി പഠിച്ച് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് ഈ ടൂർ അല്ല ജീവിതം എന്ന് തോന്നണമെങ്കിൽ അതിന് പക്വത വേണം, അതിന് മാർക്ക് പോരാ. ഞാൻ പറഞ്ഞത് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ ജീവിതത്തിൽ തോറ്റുപോകുന്ന കുട്ടികളാ. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ, കഞ്ചാവിൻ്റെ പൊതിയുമായിട്ട് കീശയിൽ നിന്ന് പിടിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, നിങ്ങൾ കേൾക്കണം, ജീവിതത്തിൽ തോറ്റുപോകുന്ന കുട്ടികളാ. കണ്ടിരുന്നോ കഴിഞ്ഞ ദിവസം നിങ്ങൾ? നീറ്റിൻ്റെ പരീക്ഷ എഴുതി വരുന്ന കുട്ടി, എഞ്ചിനീയറിങ്ങിൻ്റെ പരീക്ഷ എഴുതി വരുന്ന കുട്ടി, അതിൻ്റെ റിസൾട്ട് അറിയാൻ പോയതാ. ഒരു പൊന്നുമോള്, ഒക്കെ പേപ്പറിൽ വായിച്ച കാര്യം കേട്ടോ. പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞു വരിക, നീറ്റിൻ്റെ റിസൾട്ട്, ഞാൻ എഞ്ചിനീയർ ആയോ? പക്ഷെ ഇവളുടെ നമ്പർ ഇല്ല. 2ാം വട്ടം എഴുതുന്നത് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയിട്ട്. ഈ കുട്ടി ചെയ്തെന്തെന്നറിയാവോ? ഞാൻ ജീവിതത്തിൽ തോറ്റുപോകുന്ന മക്കളെ കുറിച്ചാണ് പറയുന്നത്. ഈ കുട്ടി ചെയ്തെന്തെന്നറിയാവോ? വീട്ടിൽ വരുന്നില്ല 6 മണിയായിട്ടും. വീട്ടിൽ നിന്ന് അച്ഛൻ വീട്ടിലില്ല, ഗൾഫിലാ. അമ്മയ്ക്ക് പേടിയായി, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഈ കുട്ടി ചെയ്തത് വീട്ടിലേക്കല്ല പോയത്, നേരെ റെയിൽവേ ട്രാക്കിൽ പോയിട്ട് നീറ്റ് പരീക്ഷ കിട്ടാത്ത അപമാന ഭാരത്താൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു. തോറ്റുപോയ മോളാണ്. തോന്നേണ്ടത് എന്താണെന്നറിയോ? ജയിച്ച കുട്ടിയാണെങ്കിൽ എനിക്ക് ഫുൾ സ്കോറുള്ള കുട്ടിയാ, ഞാൻ എഞ്ചിനീയർ ആവണ്ടെന്നേ. എല്ലാവരും എഞ്ചിനീയർ ആണോ? നീറ്റ് പരീക്ഷ പോകാൻ പറ പുല്ലേ. ഞാൻ ജീവിതത്തിൽ മറ്റു വലിയ ഉയർച്ചയിൽ എത്തിക്കാണിക്കും എന്നുള്ള ആത്മവിശ്വാസം വേണ്ട കുട്ടി മനസ്സുകൊണ്ട് തോറ്റുപോയത് റെയിൽവേ ട്രാക്കിൽ വെച്ച. ഞാൻ പറഞ്ഞത് എ+കൾക്കപ്പുറത്ത് മാർക്കുകൾക്കപ്പുറത്ത് ഒരു ലഹരി നിങ്ങളുടെ ഉള്ളിൽ വേണം. അത് വലിയ സ്വപ്നമാണ്. അത് ജീവിതത്തിൽ ഏറ്റവും, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, ലഹരി എന്നുള്ള വാക്ക് തെറ്റല്ല കേട്ടോ. ലഹരി എന്നുള്ള വാക്ക് തെറ്റല്ലേ? സിഗരറ്റ് തെറ്റാ, ലഹരി എന്നുള്ള തെറ്റല്ല. കഞ്ചാവ് തെറ്റാ, ലഹരി തെറ്റല്ല. MDMA, ഈ പേരെന്ന് എഴുതി വെക്കരുതേ, ഈ പേരെന്നാരും എഴുതി വെക്കണ്ട.
MDMA ആണല്ലോ പുതിയ ഹീറോ മമ്മൂട്ടി, അല്ല സോറി ദുൽഖർ സൽമാൻ. മമ്മൂട്ടിയൊക്കെ മാറി, ഇപ്പൊ ദുൽഖർ സൽമാൻ അല്ലേ, പൃഥ്വിരാജ് ആണല്ലോ. അവരുടെ പേരാണ് MDMA. പക്ഷെ MDMA തെറ്റാ, ലഹരി എന്നുള്ള വാക്ക് തെറ്റല്ല. ഉള്ളിൽ ലഹരി ഉണ്ടെങ്കിൽ മാജിക് എൻ്റെ ലഹരിയാ, മാജിക് എൻ്റെ ലഹരി. എനിക്ക് എന്താ പനി ഉണ്ടെങ്കിലും അസുഖം ഉണ്ടെങ്കിലും മാജിക്കിൻ്റെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞാൻ 5 കഞ്ചാവ് വലിച്ചതിന് അപ്പുറത്തായിരിക്കും. 5 കഞ്ചാവ് വലിച്ച എങ്ങനെ ഉണ്ടാവും നിങ്ങൾ അറിഞ്ഞു, നിങ്ങളോട് ചോദിക്കരുത്, ഞാൻ വായിച്ചറിവേ ഉള്ളൂ കേട്ടോ. അതിനപ്പുറത്തുള്ള ലഹരി എൻ്റെ മാജിക്കിന് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് അത്തരം ലഹരി ഉള്ളു പൂക്കുമ്പോൾ നന്നാവണം. ഞാൻ പഠിച്ച് കാണിച്ചു കൊടുക്കും കേട്ടോ. എൻ്റെ അച്ഛനമ്മയ്ക്കും പേര് ദോഷമുണ്ടാക്കാതെ എൻ്റെ നാടിന് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ സ്കൂളിന് വേണ്ടി ഞാൻ പഠിക്കും. എനിക്ക് ചെയ്യാൻ പറ്റിയത് പഠിക്കലാണ്. നല്ല സ്വഭാവമുള്ള മോളായിട്ട് ഞാൻ വരും, മോനായിട്ട് വരും, വലിയ ഉന്നതിയിലെത്തും. ആ സ്വപ്നം തകരാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതം വലിയ ലഹരിയായിട്ട് തോന്നും. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു, ലഹരി തെറ്റല്ല എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കണ്ണ് കാണാത്ത ഒരു ചെറുപ്പക്കാരൻ, കേട്ടോ 40ാമത്തെ വയസ്സിൽ 2 കാഴ്ചയും പോയി. അമ്പോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എങ്ങനെയാ പൂക്കളെ കാണുക, നിങ്ങൾ എങ്ങനെയാ നിങ്ങളെ ഭാര്യനെ കാണുക, നിങ്ങൾ എങ്ങനെയാ നിങ്ങളെ ഉമ്മാനെ കാണുക? 2 കണ്ണും പോയി. ആ മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ കാവ്യം എഴുതിയത്. കഞ്ചാവ് വലിച്ചിട്ടല്ല. 1800 പേജുള്ള പാരഡൈസ് ലോസ്റ്റ്, പറുദീസ നഷ്ടം എഴുതിയത് കണ്ണ് കാണാത്തൊരു മനുഷ്യനാണ്. അയാൾ സ്വന്തം കൈകൊണ്ട് എഴുതിയതല്ല, അയാൾ തങ്ങളുടെ സ്റ്റെനോഗ്രാഫർ, ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് പാരഡൈസ് ലോസ്റ്റ് എഴുതിയത് ജോൺ മിൽട്ടൺ. അതെന്തുകൊണ്ടെന്നറിയാമോ? മദ്യത്തിന്റെ ലഹരിയിലല്ല, എഴുത്ത്, സാഹിത്യം അയാളുടെ ലഹരിയാ. ചെവി കേൾക്കാത്തൊരു മനുഷ്യൻ, കേട്ടോ, ചെവി കേൾക്കാത്തൊരു മനുഷ്യൻ. ഹി വാസ് ടോട്ടലി ഡഫ്. 46ാമത്തെ വയസ്സിൽ ചെവി പോയി. ആ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം ഉണ്ടാക്കി. ആരാന്നറിയാവോ നിങ്ങൾക്ക്? ആരാന്ന് പറയാവോ? തീരെ ചെവി കേൾക്കാത്ത മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെവി കേൾക്കാത്ത മനുഷ്യൻ എങ്ങനെയാ സംഗീതം ഉണ്ടാക്കുക? അതുണ്ടാക്കിയത് ബിഥോവൻ എന്ന് പറയുന്ന ചെവി കേൾക്കാത്ത മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണി ഉണ്ടാക്കിയത് കഞ്ചാവിന്റെ ലഹരിയിലല്ല, സംഗീതം ലഹരിയതുകൊണ്ടാ. ജീവിതത്തിൽ അങ്ങനെ പലതും ഉണ്ട്. വേണ്ട, ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. തടിച്ച ചുണ്ട, മേലത്തെ ചുണ്ടിലൊരു മുച്ചിരി പോലെ ഉണ്ട്, കേൾക്കണേ. തടിച്ച മൂക്ക്, കാഴ്ചക്ക് അത്ര സുന്ദരനല്ല. പക്ഷെ ഇവന്റെ ഭയങ്കര ആഗ്രഹം എന്താ പറയുക? ചെറിയ പ്രായത്തിൽ കോളേജ് പഠിക്കുമ്പോൾ സിനിമാ നടനാവണം. അമ്പോ, സിനിമാ നടൻ. പക്ഷെ കാഴ്ചക്ക് അത്ര ഫിഗറല്ല. എന്താ ചെയ്യുക? കണ്ണാടി നോക്കുമ്പോൾ ഇയാൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല തന്നെ. അങ്ങനെ ഡിഗ്രി പഠിക്കുമ്പോൾ, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പത്രത്തിൽ പരസ്യം കണ്ടു, മനോരമയില് പുതുമുഖ നടനെ ആവശ്യമുണ്ട്. അമ്പടാ, ഉടനടി ചെയ്തെന്നറിയോ? വാട്സപ്പ് ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. എന്താ ചെയ്തെന്നറിയാമോ? ഉടനടി സ്റ്റുഡിയോ പോയിട്ട് കുറേ ഫോട്ടോ എടുത്തു. ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ, 4 ഫോട്ടോ എടുത്തു, അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. സർ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ മോഹമുണ്ട്, എൻ്റെ ഫോട്ടോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. അഡ്രസ്സും വെച്ചു, അതിലൊരു കവറും വെച്ചു കൊടുത്തു ഇങ്ങോട്ട് അയക്കാൻ. എല്ലാ ദിവസവും പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കും, എനിക്ക് കത്തുണ്ടോ. ഇന്നത്തെ പോലെ വാട്സപ്പില്ല, മെസ്സേജ് ഇല്ല. എനിക്ക് കത്തുണ്ടോ? ഒരു കത്തുമില്ല. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു കത്ത്. അമ്പടാ, ഈ കത്ത് കൈ കിട്ടിയപ്പോൾ വിറയ്ക്കുന്ന കൈ. ഇയാൾ ഓടിപ്പോയിട്ട് തുറക്കാൻ പേടി, എന്താ കത്തിലുണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ കോളേജിന്റെ പിറകിലേക്ക് ഓടി. സുഹൃത്തുക്കളും വന്നു, കൂടെയുള്ള സുഹൃത്ത് പൊട്ടിച്ചപ്പം കാണുന്ന കാഴ്ച എന്താ അറിയാമോ? ആ ഫോട്ടോസ് തിരിച്ചയച്ചിട്ട് പറയുന്നത് ഒരു കടലാസ് വെച്ചേക്ക്. അതിൽ കടലാസിലുള്ളത് സോറി, ക്ഷമിക്കണം, ഇംഗ്ലീഷിലാ. സോറി, യു ആർ ഓക്കെ, നിങ്ങൾ കുഴപ്പമില്ല, ബട്ട് യു ആർ നോട്ട് ഫോട്ടോജനിക്. നിങ്ങൾ സിനിമയെ കൊള്ളൂല, യു ആർ നോട്ട് ഫിറ്റ് ഫോർ സിനിമ. നിങ്ങൾ കൊള്ളൂല എന്ന് പറഞ്ഞില്ല, ആ മോശമല്ലേ? നിങ്ങൾ ആള് കൊള്ളാം, പക്ഷെ സിനിമയ്ക്ക് പറ്റിയ ഫിഗർ അല്ല. സുഹൃത്ത് അറിയിച്ചില്ല. അവസാനം മറ്റവൻ്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണീര് വരുന്നത്. കാരണം ഇവൻ്റെ സ്വപ്നം ഇയാൾക്ക് അറിയാം, സിനിമ നടനാവല. കെട്ടിപ്പിടിച്ചു പറഞ്ഞു, എടാ നിന്നെ എടുത്തില്ലടാ സിനിമയ്ക്ക്, നീ കൊള്ളൂല എന്നാ പറയുന്നത്. ആ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല ചെറുപ്പക്കാരൻ. ഒരു പക്ഷേ കണ്ണിന്ന് കണ്ണീര് വന്നിട്ടുണ്ടാവാം. പക്ഷേ ആ അപമാനിക്കപ്പെട്ട ദിവസം ആലോചിച്ചിട്ട്
ഇനി മതി, ഞാൻ സിനിമയ്ക്ക് വേണ്ട, മതി പോട്ടട, എനിക്ക് പറ്റൂല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അഭിനയം ലഹരിയല്ലാതിരുന്നെങ്കിൽ നമുക്ക് മോഹൻലാലിനെ കിട്ടില്ലായിരുന്നു. ഞാനീ പറഞ്ഞ തടിച്ച ചുണ്ടുകാരൻ, ഞാനീ പറഞ്ഞ തടിച്ച മൂക്കുകാരൻ വേറെ ആരുമല്ല, കേരളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിനോടാ പറയുന്നത്. നിങ്ങൾ കൊള്ളൂലാന്ന്. ഇല്ലാത്തതല്ലേ, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. നിങ്ങൾ കൊള്ളൂല എന്ന് പറഞ്ഞ മോഹൻലാല് അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഹി കനോട്ട് ബിക്കം ദ റിയൽ സ്റ്റാർ. ലഹരി വേണം, അഭിനയം ലഹരിയാണ്. പാട്ടുപാടുന്ന ചെറുപ്പക്കാരനാണ്, നന്നായിട്ട് കർണാട്ടിക് മ്യൂസിക് പാടും, ശുദ്ധ സംഗീതമുണ്ട് മനസ്സിൽ. ഇതേപോലെ കത്തയച്ചു, സിനിമയിൽ പാട്ടുപാടാൻ അവസരമുണ്ട്. ദേവരാജ മാഷ് ഇപ്പം എത്രത്ത് പരസ്യം കൊടുത്താ? ചെന്നൈയിൽ വെച്ചിട്ടാണ് അതിൻ്റെ പാട്ടുപാടുന്ന റിഹേഴ്സൽ ചടങ്ങ്. പക്ഷെ പോകാൻ പൈസ ഇല്ല, ചെന്നൈ പോകാൻ പൈസ ഇല്ല. അച്ഛന് ദാരിദ്ര്യമാണ്, കൂലിപ്പണിക്കാരനാണ്. പക്ഷെ നന്നായിട്ട് പാടും. അപ്പം ചെയ്തെന്തെന്നറിയാമോ? അടുത്ത വീട്ടിൽ പോയിട്ട് കടം വാങ്ങി പൈസ. ചെന്നൈ പോകണം, രാത്രി വണ്ടി കയറി, ജനറൽ കമ്പാർട്ട്മെൻറ്റ്, നിൽക്കാൻ സ്ഥലമല്ല കേട്ടോ. ഒറ്റക്കാലിൽ നിന്നു ചെന്നൈയിലേക്ക്. ഒരു പോള ഉറങ്ങിയില്ല. ഐഡിയ എന്താണെന്ന് വെച്ചാൽ പുലർച്ചെ ചെന്നൈയിലെത്തും, അന്ന് പാട്ടുപാടുക, ഉച്ചക്കിങ്ങ് പോരുക. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോഴല്ലേ രസം. ദേവരാജ മാഷ മുറിയുടെ മുന്നിൽ ഒരു കടലാസിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ വാട്സപ്പില്ല, എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ദേവരാജ മാഷ് ബാംഗ്ലൂരേക്ക് പോയി 2 ദിവസം കഴിഞ്ഞേ വരൂ. എൻ്റെ അമ്മയെ ഉള്ളിക്കൂടൊരു തീ. എന്താ പ്രശ്നം എന്നറിയാവോ? ഇത് എവിടെ താമസിക്കും? കൈ പൈസ ഉണ്ടോ? ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടോ? പക്ഷേ ആ ചെറുപ്പക്കാരെന്താ ചെയ്തെന്നറിയാവോ? 19-20 വയസ്സേ ഉള്ളൂ, നന്നായി പാടും. എന്താ ചെയ്തെന്നറിയാവോ? ആലിൻ്റെ ചോട്ടിൽ കിടന്നു. റൂം എടുക്കാൻ പൈസ ഇല്ല, ആലിൻ്റെ ചോട്ടിൽ കിടന്നു. വലിയ കൊതുകിൻ്റെ കടി കൊണ്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല. ഓടയുടെ മണം. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ പൈപ്പ് വെള്ളം കുടിച്ചു. പിറ്റേന്ന് 3 മണിക്ക് ഏതോ ഹോട്ടലിൽ നിന്ന് ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ചു. 3 മണിക്ക് പാടി. ദേവരാജൻ മാസ്റ്റർ അസിസ്റ്റന്റ് വന്നു, പാടി. അന്ന് രാത്രി വണ്ടി കയറി ഇതേപോലെ മോഹൻലാൽ ചെയ്ത പോലെ എല്ലാ ദിവസവും പോയി നോക്കും, എനിക്ക് കത്തുണ്ടോ, എന്നെ സിനിമയിൽ പാടാനെടുക്കുമോ? പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് കാർഡ്, മഞ്ഞ കാർഡ്. ആ കാർഡിലൊരൊറ്റ വരി ഇംഗ്ലീഷിൽ, യുവർ സൗണ്ട് ഈസ് ഗുഡ്, യു ആർ എ ഗുഡ് കർണാട്ടിക് സിംഗർ, ബട്ട് യുവർ വോയിസ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഫിലിം. സിനിമയ്ക്ക് പറ്റിയ ശബ്ദമല്ല നിങ്ങളത്. ചെറുപ്പക്കാരനോട് പറഞ്ഞതാ. എത്ര കരഞ്ഞിട്ടുണ്ടാവും ആ രാത്രി. അങ്ങനെ കരഞ്ഞ് തളർന്നു പോയിരുന്നെങ്കിൽ ആ വലിയ താടി നീട്ടി, വെള്ളി മുടി ബാക്കോട്ട് ഇങ്ങനെ നീട്ടി വെച്ചിട്ട്, വെള്ള ജുബ്ബയും വെള്ള മുണ്ടും വെള്ള ഷൂവും ധരിച്ച് നമ്മുടെ മലയാളികളുടെ ഭാരതത്തിൻ്റെ അഭിമാനമായ യേശുദാസ് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ സൂചിപ്പിച്ച മനസ്സിലായോ? നിങ്ങളുടെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ ആളോട് ഈ ലോകത്ത് മുഴുവൻ കേൾപ്പിച്ചു കൊടുത്തു. ഈ മലയാളികളുടെ ശബ്ദമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ലഹരിയാണ്. അത് കഞ്ചാവിൻ്റെ ലഹരിയിലല്ല, സംഗീതത്തിൻ്റെ ലഹരിയിലാണ്. ഇവിടെ ഇരിക്കുന്ന മക്കൾ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ മാർക്കിനോടൊപ്പം അത്തരത്തിലുള്ള വലിയ സ്വപ്നങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ടാക്സ് കൊടുക്കണ്ട സ്വപ്നത്തിന്, GST കൊടുക്കണ്ട. സ്വപ്നം കാണാൻ ഇവിടെ വന്ന SIയോട് പെർമിഷൻ വാങ്ങണ്ട. വലിയ സ്വപ്നം കണ്ടിട്ട് അതേത് മഴയത്തും വെയിലത്തും കെടാതെ കാത്തു സൂക്ഷിച്ചിട്ട് നിങ്ങളിങ്ങനെ വളരുമ്പോൾ നിങ്ങൾക്ക് ചീത്ത കുട്ടിയാവാൻ പറ്റൂല. നിങ്ങൾ ഒരാൾക്കും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. കാരണം അറിയാമോ? നിങ്ങളുടെ ഇവിടെ കത്തുന്നൊരു വെളിച്ചമുണ്ട്, ആ സ്വപ്ന, അത് ലഹരിയാ. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ഉയരങ്ങളിൽ, വലിയ ആകാശങ്ങളിലേക്ക് പറന്നുയരാൻ നിങ്ങൾക്ക് ചിറകുണ്ടാവും, നിങ്ങൾക്ക് അവസരമുണ്ടാവും. അതിന് ഉള്ളിൽ കെടാത്ത അഗ്നി, സ്വപ്നം, പ്രണയം വേണ്ടത് സുലേഖനോട് മാത്രമല്ല, പ്രണയം വേണ്ടത് രാജേഷിനോട് മാത്രമല്ല, പ്രണയം വേണ്ടത് മനുഷ്യരോട് മാത്രമല്ല. ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന കവി പറയുന്നൊരു വരിയുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ മൊബൈൽ അത് ഫസ്റ്റ് നോക്കും എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ. എന്താണെന്നറിയാമോ? ആ വരി എന്താണെന്നറിയാമോ? നന്നാവാനുള്ളൊരു വരിയെ പറയുന്നത്. നിങ്ങൾ ആരുമാവട്ടെ, നിങ്ങൾ ഏത് ജാതി, ഏത് മതം, ഏത് രാഷ്ട്രീയം മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ ആരുമാവട്ടെ, ഹൂവർ യു ആർ. എൻ്റെ വരിയല്ലേ? റൂമി, ജലാലുദ്ദീൻ റൂമി. നിങ്ങൾ ആരുമാവട്ടെ, നിങ്ങൾ എവിടെയുമാവട്ടെ, വേറെവർ യു ആർ. അത് കൊയിലാണ്ടി ആവട്ടെ, പുത്തൂപ്പാടാവട്ടെ, അമേരിക്കയിലാവട്ടെ, നിങ്ങൾ എവിടെയുമാവട്ടെ, നിങ്ങൾ ചെയ്യുന്നത് എന്തുമാവട്ടെ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് എവർ യു ഡു, ലവ്, ഫോൾ ഇൻ ലവ്, പ്രണയത്തിലാവുക. കേൾക്കണേ,
നിങ്ങൾ ചെയ്യുന്നത് എന്തുമാവട്ടെ പ്രണയത്തിലാവുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ പ്രണയിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വഴി തെളിഞ്ഞു വരും. അവിടെ നിലാവുദിക്കും. ഞാൻ ഒന്നുകൂടി ആ വരി പറയുന്നേ, കേൾത്തോളി. നിങ്ങൾ ആരുമാവട്ടെ, നിങ്ങൾ പൈസക്കാരനാണോ ദരിദ്രനാണോ നോക്കണ്ട, നിങ്ങൾ ആരുമാവട്ടെ, നിങ്ങൾ എവിടെയുമാവട്ടെ, മണ്ണരാരണ്യത്തിലാവട്ടെ മരുഭൂമിയിലാവട്ടെ, നിങ്ങൾ ചെയ്യുന്നത് എന്തുമാവട്ടെ പ്രണയത്തിലാവുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ പ്രണയിച്ച് ചെയ്യുമ്പോൾ. ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു 10-16 രാജ്യത്ത് മാജിക് ഷോ ചെയ്തിട്ടുണ്ട്. എൻ്റെ വലിപ്പം പറയല്ല. ഞാനൊരു സാധാരണ ഫാമിലിപ്പെട്ട ആളാ, ചെറിയ വീട്ടിൽ ജനിച്ച ആളാ. നിലം കോൺക്രീറ്റ് ചെയ്തിട്ട് എൻ്റെ അച്ഛന് ടൈല് പാകാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ആ കോൺക്രീറ്റിൽ തന്നെ കിടന്നിട്ടുണ്ട്. ജനൽ വെക്കാൻ അച്ഛൻ ആവാഞ്ഞിട്ട് പട്ടിക വെച്ച് കെട്ടിയിട്ടുണ്ട്. പട്ടിക മരം എൻ്റെ ഓർമ്മയിലുണ്ട്. കട്ടിലില്ലാഞ്ഞിട്ട് നിലത്ത് പായയിൽ കിടന്നിട്ട് ഉറുമ്പ് കടിച്ചിട്ട് രാത്രി എഴുന്നേറ്റിരുന്ന 9ാം ക്ലാസ്സുകാരൻ എന്നിലുണ്ട്. അതേ ശ്രീജിത്ത് തന്നെ വിദേശത്ത് പോയിട്ട് റമദ ഇന്റർനാഷണൽ ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. എൻ്റെ പൈസക്കല്ല. ഷാർജയിലുള്ള റമദ എന്ന് പറയുന്ന വലിയ ഹോട്ടലിൽ 4 ദിവസം ഞാൻ താമസിച്ചത് എൻ്റെ നാട്ടിലുള്ള അബൂബക്കർ എന്ന് പറയുന്ന കോടീശ്വരനായ മനുഷ്യൻ എന്നെ സ്പോൺസർ ചെയ്ത അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മായി ദോഹ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഉദ്ഘാടനത്തിന് എന്നെ കൊണ്ടുപോയി മാജിക്കിന്. അവിടെ കിടക്കുമ്പോൾ ഏറ്റവും സുഖശീതളമായ വലിയ മുറിയിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത് എന്നെ ഉറുമ്പ് പിടിച്ച രാത്രിയാണ്, പായ കിടന്ന രാത്രി. പക്ഷേ ഞാൻ ആ റമദ ഇന്റർനാഷണൽ ഹോട്ടലിൽ താമസിക്കാൻ എനിക്ക് പറ്റിയത് ശ്രീജിത്തിൻ്റെ കഴിവ് കൊണ്ടല്ല. കഴിവ് വേറെ. ഞാൻ വലിയ സ്വപ്നം കാണാറുണ്ട്, അത് ആരോടും പറയാറില്ല. എൻ്റെ സ്വപ്നത്തിന് യാതൊരു പരിധിയില്ല. അതിന് കഠിനാധ്വാനം ചെയ്യും, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യും. അതിനുവേണ്ടി ശരീരമൊക്കെ മെലിയും. ഷോയ്ക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ഞാൻ തയ്യാറില്ല. ഞാൻ സൂചിപ്പിച്ചത് വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ, ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഇവിടെയുള്ള ഏതെങ്കിലും സംഘാടകരോട് ചോദിച്ചല്ല ശ്രീജിത്ത് ഇങ്ങോട്ട് വരട്ടെ എനിക്കൊരു അവസരം തരൂ, അല്ല. എൻ്റെ ഫോണിൻ്റെ അറ്റത്ത് ഇത് ശ്രീജിത്താണോ എന്ന് ചോദിപ്പിക്കാൻ പ്രപഞ്ചം, ദൈവം തോന്നിപ്പിക്കുന്നത് കഠിനാധ്വാനവും സ്വപ്നവും കാണുമ്പോൾ. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ, വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ പ്രപഞ്ചം ഒരു കൈ ഇങ്ങനെ നീട്ടിത്തരും. പോയിക്കോ തള്ളിത്തരും. ഇത് ശ്രീജിത്താണോ എന്ന് ചോദിക്കും. അക്ബർ എന്നെ വിളിക്കുമ്പോൾ ശ്രീജിത്താണോ എന്ന് ചോദിപ്പിക്കുന്നത് പ്രപഞ്ചമാണ്. എന്നെ കൊണ്ടോട്ടിയിൽ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് കണ്ടതാണ് ഇവരെന്നെ. അവിടേക്ക് എന്നെ എത്തിച്ചത് ഞാൻ ചോദിച്ചിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് വലിയ സ്വപ്നം. ഞാൻ വലിയ ആളല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഞാൻ വലിയ ആളായി എന്നുള്ള രീതിയിലല്ല. എനിക്ക് ഞാൻ കാണുന്ന ഒരു സ്വപ്നത്തിലെങ്കിലും എനിക്ക് ഉയരാൻ കഴിയുന്നത് ഈ ഒരു സീക്രട്ട്, ഈ ഒരു രഹസ്യമുള്ളത് കൊണ്ടാണ്. പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ടോ? എടാ, ചെരുപ്പ് കുത്തിയുടെ മകൻ അമേരിക്കൻ പ്രസിഡന്റായത് നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥയാണ്. പക്ഷെ ഞാൻ ഒറ്റ സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതേപോലെ ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള അമേരിക്കയിലെ ജനങ്ങൾ തടിച്ചുകൂടിയ ചടങ്ങിൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിയുടെ മകൻ, മരം വെട്ടുകാരൻ്റെ മകൻ അമേരിക്കയുടെ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ ഒരാളൊന്ന് കൊള്ളിച്ചു പറഞ്ഞു.